തിരുവോണാണ്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ മലയാളം മണ്ണിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനൊരല്പം ലേറ്റായി പോയെന്ന് എനിക്കറിയാം, എന്നാലും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്ന വിഭവം പരിപ്പ് പായസമാണ്. അപ്പോൾ പരിപ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് പായസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരിപ്പാണ്. ഇതൊരു 1/2 കിലോ പരിപ്പാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഈ പരിപ്പ് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് തയ്യാറാക്കുന്നത് വേവിക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രഡീഷണലായിട്ട് അല്ല, നമ്മുടെ MTR സ്റ്റൈലിലാണ് ഈ ഒരു പരിപ്പ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ 3 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ 3-ാം പാലിലാണ് ഈ ഒരു പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ പച്ചവെള്ളത്തിൽ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് പരിപ്പ് വെന്ത് വന്നപ്പോൾ ഇതുപോലെ 2 പാത്രത്തിൽ നിറയെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാനിവിടെ സാധാരണ ട്രഡീഷണലായിട്ട് എല്ലാവരും ഓട്ടുരുളിയൊക്കെ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗ്യാസിന് വലിയ ഉരുളിയൊന്നും കയറ്റി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് നമ്മുടെ ഒരു നോൾട്ടയുടെ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ശർക്കര നമുക്ക് ആവശ്യമുണ്ട്. വലുതോരെണ്ണല്ല, ഞാൻ 2 വലിയ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള 2 വലിയ ശർക്കര തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് പാനിയായിട്ട് എടുക്കണം, പാവ് കാച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ പാവ് കാച്ചി എടുത്തു. അതിനുശേഷം ഒരു നോൾട്ടയുടെ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ചേർത്ത് നല്ല പോലെ ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി നല്ലപോലെ യോജിപ്പിക്കണം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം എല്ലാവരും ഇതേപോലെ തന്നെയാണോ ചെയ്യണതെന്ന് എനിക്കറിയില്ല. ഞാൻ പരിപ്പ് പായസം കൂടെ ഉണ്ടാക്കാറുള്ളൊരു പായസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല രുചിയിൽ തന്നെ നമുക്ക് പരിപ്പ് പായസം റെഡിയാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളൊരു മടിയും കാണിക്കേണ്ട. ഇത് റെഡി ആയിട്ട് വരുമ്പോൾ അടിപൊളി ഒരു പരിപ്പ് പായസം തന്നെയായിരിക്കും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കുറച്ച് നേരം നിന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ തേങ്ങയുടെ 2-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇത് കുറച്ചധികം നേരം നിന്നിട്ട് തന്നെയാണ് ഈ ഒരു പരിപ്പ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ വെള്ളം അല്പം കൂടിപ്പോയാലും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നല്ല പോലെ കുറേ നേരം നിന്ന് നന്നായിട്ട് പറ്റിച്ചെടുത്താൽ മതി. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരും പരിഭ്രമം കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 2-ാം പാലും ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 10 ഏലക്കയുടെ കുരു പൊടിച്ചെടുത്തതാണിത്. അത് നല്ലപോലെ ചേർത്ത് ഇളക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമ്മളിനി ഇതിൻ്റെ തലപ്പാൽ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അങ്ങനെ വേവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ ലാസ്റ്റത്തെ പണി എന്നുള്ളത് കാഷ്നട്ടും അതുപോലെ കിസ്മിസും വറുത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ കാഷ്നട്ടും കിസ്മിസും വറുത്തിടാനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസും വറുത്ത് കോരുകയാണ്. ഇതിപ്പോൾ വിശാലമായിട്ടൊന്നും കാഷ്നട്ടും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് വറുത്തിട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇത് ആഡാക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസം എത്ര പെട്ടെന്നാണ് റെഡിയായത്. അപ്പോൾ പായസം ഇപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്നെസ് ആയിട്ടുള്ള പായസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പായസം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഈ പായസത്തിന് വേണ്ടിയിട്ട് 3 തേങ്ങയുടെ പാലാണ് ഉപയോഗിച്ചത്.
ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. മൂന്നാം പാലിലാണ് നമ്മൾ പായസപ്പരിപ്പ് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് അതിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. അതാണ് എല്ലാവരും പറയുന്നത്. ഈ പഴവും പപ്പടവും ഒക്കെ യോജിപ്പിച്ച് കഴിക്കണമെന്നാണ് പറയുന്നത്. എന്നാലാ ഒരു പായസത്തിന്റെ ടേസ്റ്റ് ശരിക്കും. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരവും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓണവിഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വിഭവങ്ങൾ കൂടി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലൻ വിഭവമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.